പിടിക്കുന്നോണ്ടേ മാസ്ക് ഇട്ടുകൊണ്ട് സംസാരിച്ചാൽ നല്ലതായിരിക്കും എന്ന് പറയാം. എന്തത് കാണാൻ പറ്റുന്നുണ്ടോ നിങ്ങൾക്ക് സ്ക്രീൻ? കാണാൻ പറ്റില്ല. ഇതെന്താണ് പ്രശ്നം? ന്യൂ ഷെയർ ഇപ്പോഴോ? ഓക്കെ. ഓക്കെ. അപ്പൊ നമ്മളിപ്പോ പറഞ്ഞത് എല്ലാരും മ്യൂട്ട് ചെയ്തോ കേട്ടോ, സൗണ്ട് ഡിസ്റ്റർബൻസ് ഉണ്ട്. ഓക്കെ. അപ്പോ നമ്മൾ പറഞ്ഞത് റെഗുലർ ഡീലർ, കോമ്പോസിറ്റ് ഡീലർ അല്ലെ? കോമ്പോസിറ്റ് ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? അതിനകത്ത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോ ആദ്യം. കോമ്പോസിഷൻ സ്കീം ചൂസ് ചെയ്യുന്നത് എന്താണ്? കോമ്പോസിറ്റ് ഡീലറും റെഗുലർ ഡീലറും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഡൗട്ട് ഉണ്ടോ? ഐശ്വര്യ, ഡൗട്ട് ഉണ്ടോ? ഈ സർവീസുകാർക്ക് കോമ്പോസിഷൻ സ്കീം കിട്ടില്ലെന്നാണോ? ഇല്ലില്ല, ചൂസ് ചെയ്യാൻ പറ്റില്ല. ആണ്. നമ്മൾ അന്ന് എക്സാമിന്റെ സമയത്ത് ടെക്സ്റ്റിൽ വായിച്ചൊരു ഓർമ്മ എന്തോ റെസ്റ്റോറന്റ്സിന് ഒഴിവായിട്ട് ബാക്കി റെസ്റ്റോറന്റ്സിനെ ശരിക്കും റെസ്റ്റോറന്റിന് ഒഴികെന്നല്ല, റെസ്റ്റോറന്റിന് കിട്ടില്ല. ബാക്കിയുള്ള കേസുകൾക്കൊക്കെ കോമ്പോസിഷൻ സ്കീം ചൂസ് ചെയ്യാമെന്നായിരുന്നു സർവീസിന്റെ കേസിൽ. പക്ഷെ അത് വീണ്ടും അവര് റൂള് മാറ്റി ഗുഡ്സിന് മാത്രമാക്കി. പിന്നീട് ഇപ്പം വീണ്ടും അത് സർവീസിനോട് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് നോക്കണം. ഒന്നുകൂടെ നോക്കിയിട്ട് പറയാം കേട്ടോ. ആ ടൈമിൽ എന്താ അങ്ങനെ പഠിച്ചൊരു ഓർമ്മ. ഉണ്ട്. അതായത് റെസ്റ്റോറന്റിനെ മാത്രം കോമ്പോസിഷൻ സ്കീമിൽ നിന്ന് മാറ്റി ബാക്കിയുള്ള സർവീസുകൾക്കും കോമ്പോസിഷൻ സ്കീം ചൂസ് ചെയ്യാം എന്നുള്ള ഒരു ഓപ്ഷൻ കൊടുത്തായിരുന്നു. വീഡിയോ ചേഞ്ച് ചെയ്തോന്നറിയില്ല, ഒന്നുകൂടെ നോക്കാം. ഓക്കെ. പിന്നെ വേറെ ആർക്കെങ്കിലും? എല്ലാരും ഉണ്ടോ ക്ലാസ്സില്? വരുൺ, രാഹുൽ എവിടെ? ഓക്കെ, കുഴപ്പമില്ല. ഇപ്പൊ ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചാറ്റ് ചെയ്ത് ചോദിക്കാം, അല്ലെങ്കിൽ മ്യൂട്ട് മാറ്റിയിട്ട് ചോദിക്കാം കേട്ടോ. അടുത്ത ടോപ്പിക്കിലേക്ക് പോട്ടെ. ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് കേട്ടിട്ടുണ്ടോ? ഇല്ല, കേട്ടിട്ടില്ല. അതായത് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എന്ന് പറഞ്ഞാൽ ഒരു റെഗുലർ ഡീലറിനെ സംബന്ധിച്ച് അയാള് സാധനങ്ങൾ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് അയാൾ ടാക്സ് അടയ്ക്കുന്നുണ്ടല്ലോ. അയാളുടെ സപ്ലയർക്ക് ഇൻക്ലൂഡഡ് ടാക്സ് ആണ് അയാൾ കൊടുക്കുന്നത്, അല്ലെ? അയാൾക്ക് കിട്ടുന്ന ഇൻവോയ്സിൽ ടോട്ടൽ എമൗണ്ട് പ്ലസ് GST ചേർത്തായിരിക്കും ഇൻവോയ്സ് കിട്ടുന്നത്. ആ GST എമൗണ്ട് അയാൾ ആ സപ്ലയറിന്റെ കയ്യിൽ കൊടുത്തിട്ടുണ്ടാവും. ഹോൾസെയിലറിന്റെ കയ്യിലാണെങ്കിൽ അയാളുടെ കയ്യിൽ കൊടുത്തിട്ടുണ്ടാവുമല്ലോ. ഇപ്പൊ ഒരു റെഗുലർ ഡീലറിനെ സംബന്ധിച്ച് പർച്ചേസ് ചെയ്യുന്ന സമയത്ത് അയാൾ ടാക്സ് അടയ്ക്കും, ആണല്ലോ. എന്നിട്ട് സെയിൽ ചെയ്യുന്ന സമയത്ത് അയാൾ ടാക്സ് എന്ത് ചെയ്യും? കളക്ട് ചെയ്യും. അയാളുടെ കസ്റ്റമേഴ്സിന് ആ സാധനം കൊടുക്കുന്ന സമയത്ത് ബില്ലിനകത്ത് ഇൻക്ലൂഡഡ് ടാക്സ് അല്ലേ അയാള് മേടിക്കുന്നത് എമൗണ്ട്, ആണല്ലോ. അപ്പോ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് ടാക്സ് അടച്ചു, സെയിൽ ചെയ്യുന്ന സമയത്ത് ടാക്സ് കളക്ട് ചെയ്തു. ഇത് തമ്മിൽ അഡ്ജസ്റ്റ് ചെയ്തിട്ട് ബാലൻസ് വരുന്നത് പേയ്മെന്റ് ആണെങ്കിൽ പേ ചെയ്യും, ഇങ്ങോട്ടുള്ളതാണെങ്കിൽ റീഫണ്ടിന് ക്ലെയിം ചെയ്യും. ഈ ഒരു സിസ്റ്റത്തിനെ വിളിക്കുന്നതാണ് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ്. മനസ്സിലാവുന്നുണ്ടോ? പർച്ചേസ് ഞാൻ ചോദിച്ചോട്ടെ, അത് അഡ്വാൻസ് ആയിട്ട് നമ്മൾ അടച്ചു വെച്ചിരിക്കുന്നതല്ലേ? പർച്ചേസ് ചെയ്യുന്ന സമയത്ത് കൊടുക്കുന്നതാണോ? അഡ്വാൻസ് ആയിട്ട് അടയ്ക്കുന്നതല്ല. നമ്മള് അല്ലല്ല, പർച്ചേസ് ചെയ്യുന്ന സമയത്ത് നമ്മള് കൊടുക്കുന്ന ടാക്സ്, പേ ചെയ്യുന്ന ടാക്സും സെയിൽ ചെയ്യുന്ന സമയത്ത് നമ്മള് കളക്ട് ചെയ്യുന്ന ടാക്സും.
പർച്ചേസ് ഈ മാസം എന്റെ പർച്ചേസ് ഒരു 50,000 രൂപയുടെ പർച്ചേസ് ഉണ്ടായിരുന്നു. അതിന് ഞാൻ മൊത്തം ഒരു 20,000 ആണ് എന്റെ ഈ മാസം GST ആയിട്ട് പേ ചെയ്തതെന്ന് ഇരിക്കട്ടെ. ഈ മാസത്തെ എന്റെ സെയിലിൽ നിന്നും ഞാൻ എന്റെ കസ്റ്റമേഴ്സിന്റെ നിന്നും കളക്ട് ചെയ്ത ടാക്സ് എമൗണ്ട് എന്ന് പറയുന്നത് 30,000 രൂപയാണ്. ഞാൻ കളക്ട് ചെയ്ത ടാക്സ് എമൗണ്ട് 30,000 ആണ്. ഞാൻ പേ ചെയ്തത് 20,000 ആണ്. ബാക്കി 10,000 എന്റെ കയ്യിൽ കൂടുതലല്ലേ? കളക്ട് ചെയ്ത കളക്ഷൻ കൂടുതലല്ലേ? ആ 10,000 ഞാൻ എങ്ങോട്ട് അടയ്ക്കണം? ഗവൺമെന്റിന്. നേരെ തിരിച്ച് ഞാൻ ഈ മാസം പർച്ചേസ് ചെയ്തപ്പോ പേ ചെയ്ത ടാക്സ് 50,000 ആണ്. ഞാൻ പക്ഷെ സെയിൽ ചെയ്തപ്പോ എനിക്ക് ഈ മാസം കളക്ഷൻ ആയിട്ട് കിട്ടിയത് ഒരു 30,000 ഉള്ളൂ ടാക്സ് എമൗണ്ട്. എങ്കിൽ ബാലൻസ് വരുന്ന 20,000 അല്ലേ? ആ 20,000 എനിക്ക് റീഫണ്ടിന് അല്ലെങ്കിൽ അടുത്ത മാസത്തേക്കുള്ള ടാക്സിലേക്ക് എനിക്ക് കാരി ഫോർവേഡ് ചെയ്യാം. റീഫണ്ട് എന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളൂ, അങ്ങനെ റീഫണ്ട് ഒന്നും കിട്ടത്തില്ല. അടുത്ത മാസത്തേക്ക് എനിക്ക് ക്യാരി ഫോർവേഡ് ചെയ്യാം, അത്രേ ഉള്ളൂ. മനസ്സിലായി? ഇതിനെയാണ് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എന്ന് പറയുന്നത്. ഇനി നിങ്ങൾ വിചാരിക്കുന്ന പോലെ അത്ര ഈസി ആയിട്ട് അല്ല ഈ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് കിട്ടുന്നത്. കാരണം നമ്മൾ പറഞ്ഞു കമ്പോണൻസ് ഓഫ് GST ഇന്റർസ്റ്റേറ്റും ഇൻട്രാസ്റ്റേറ്റും അനുസരിച്ചിട്ട് IGST കിട്ടും, CGST കിട്ടും, SGST കിട്ടും അല്ലെ? അപ്പൊ പല GSTയുടെ തന്നെ പല കമ്പോണൻസ് ആയിട്ടാണ് നമുക്ക് ഈ ടാക്സ് കിട്ടുന്നത്. അതിനെ എല്ലാം കൂടെ ഒരുമിച്ച് GST എന്ന് പറഞ്ഞല്ല നമുക്ക് ക്ലെയിം ചെയ്യാൻ പറ്റുന്നത്. ഇങ്ങനെ കളക്ട് ചെയ്യുന്നതും പേ ചെയ്യുന്നതും തമ്മിൽ അഡ്ജസ്റ്റ് ചെയ്യുന്നതിന് ഒരു റൂൾ ഉണ്ട്. അതായത് CGST കിട്ടുന്ന CGSTയുടെ കൂടെ അഡ്ജസ്റ്റ് ചെയ്യണം. ബാലൻസ് ഉണ്ടെങ്കിൽ SGST, പിന്നെ IGST, ഇങ്ങനെ ഒരു റൂൾ ഉണ്ട്. അല്ലാണ്ട് നമ്മളിപ്പോ സിമ്പിൾ ആയിട്ട് പറഞ്ഞതുപോലെ 50,000 20 കുറച്ചിട്ട് ബാക്കി 30 ഇങ്ങനെ നമുക്ക് ക്ലെയിം ചെയ്യാൻ പറ്റില്ല. ഇങ്ങനെ ക്ലെയിം ചെയ്യുന്നതിന് ആ ഒരു സിസ്റ്റത്തിനെയാണ് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എന്ന് പറയുന്നത്. പക്ഷെ ആ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് നമ്മൾ വിചാരിക്കുന്ന പോലെ ടോട്ടൽ എമൗണ്ടിൽ നിന്നല്ല, നമുക്ക് അങ്ങനെയല്ല ക്ലെയിം ചെയ്യുന്നത്. അതിനൊരു റൂൾ ഉണ്ട്, അത് നമുക്ക് പിന്നീട് നോക്കാം. ഇപ്പോൾ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പർച്ചേസ് ചെയ്യുമ്പോൾ നമ്മൾ പേ ചെയ്യുന്ന ടാക്സ് എമൗണ്ടും സെയിൽ ചെയ്യുമ്പോൾ നമ്മൾ കളക്ട് ചെയ്യുന്ന ടാക്സ് എമൗണ്ടും തമ്മിൽ അഡ്ജസ്റ്റ് ചെയ്തിട്ട് ബാലൻസ് വരുന്നത് ഒന്നെങ്കിൽ പേ ചെയ്യും, അല്ലെങ്കിൽ നെക്സ്റ്റ് മന്തിലേക്ക് നമ്മൾ ക്യാരി ഫോർവേഡ് ചെയ്യുന്ന ഒരു സിസ്റ്റത്തിനെ പറയുന്ന പേരാണ് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് സിസ്റ്റം. ക്ലിയർ ആയോ? ക്ലിയർ ആണോ? ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? മിസ് ഒന്നുകൂടെ പറയുവോ? പറയാം. നമ്മള് മന്ത്ലി അല്ലേ, റെഗുലർ ഡീലർ ആവുമ്പോ റിട്ടേൺ ഫയൽ ചെയ്യുന്നതും ടാക്സ് പേ ചെയ്യും. ഇപ്പൊ ഇജാസ് ചോദിച്ച ഒരു ഡൗട്ടാണ്, അടുത്ത മാസത്തേക്കെന്ന് പറഞ്ഞത് മനസ്സിലായില്ല എന്ന്. അടുത്ത മാസത്തേക്കെന്ന് പറഞ്ഞത് നമ്മൾ റെഗുലർ ഡീലർ ആണ് അല്ലെ, മന്ത്ലി ആണ് നമ്മൾ GST പേ ചെയ്യുന്നത്, മന്ത്ലി ആണ് റിട്ടേൺ ഫയൽ ചെയ്യുന്നത്. അപ്പൊ മന്ത്ലി പേ ചെയ്യുന്ന GST എമൗണ്ട് ഇപ്പൊ ഈ പറഞ്ഞ പോലെ നമ്മൾ കൂടുതൽ പേ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? നെക്സ്റ്റ് മന്തിലേക്ക് അതിനെ ക്യാരി ഫോർവേഡ് ചെയ്യും. അടുത്ത മാസം കളക്ട് ചെയ്യുന്നതിൽ നിന്നും അപ്പൊ അത് അഡ്ജസ്റ്റ് ചെയ്ത് പൊക്കോളും. മനസ്സിലാവുന്നുണ്ടോ? അടുത്ത മാസം റിട്ടേൺ ഫയൽ ചെയ്യുമ്പോൾ അത്രയും കുറച്ച് നമ്മൾ വന്നാൽ മതി. അടുത്ത മാസം GST പേ ചെയ്യുമ്പോൾ നമ്മൾ അത്രയും കുറച്ച് പേ ചെയ്താൽ മതി. ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ഒന്നുകൂടെ ഞാൻ പറയാം. ആസ് എ റെഗുലർ ഡീലർ എന്ന് ഞാൻ എടുത്തു പറയാൻ കാര്യം, കോമ്പോസിറ്റ് ഡീലറിന് ടാക്സ് കളക്ട് ചെയ്യാനുള്ള റൈറ്റ് ഇല്ല. അതുകൊണ്ടാണ് ഞാൻ എടുത്തു പറയുന്നത്. റെഗുലർ ഡീലർ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് പേ ചെയ്യുന്ന ടാക്സ് എമൗണ്ടും സെയിൽ ചെയ്യുന്ന സമയത്ത് കളക്ട് ചെയ്യുന്ന ടാക്സ് എമൗണ്ടും തമ്മിൽ അഡ്ജസ്റ്റ് ചെയ്തിട്ട് ബാലൻസ് വരുന്ന എമൗണ്ടിനെ നമുക്ക് ഒന്നുകിൽ ക്യാരി ഫോർവേഡ് ചെയ്യാം, അല്ലെങ്കിൽ അതിനെ സെറ്റ് ഓഫ് ചെയ്ത് വിടുക എന്ന് പറയും. അതിനെ സെറ്റ് ഓഫ് ചെയ്ത് വിടാം. കൂടുതലാണെങ്കിൽ ക്യാരി ഫോർവേഡ്, അല്ലെങ്കിൽ ബാക്കി എമൗണ്ട് നമ്മൾ ഗവൺമെന്റിലേക്ക് ആ മാസം തന്നെ പേ ചെയ്യേണ്ടി വരും. കളക്ട് ചെയ്തത് കൂടുതലും പേ ചെയ്തതും കുറവാണെങ്കിൽ ബാക്കി ബാലൻസ് വരുന്നതിനെ നമ്മൾ ഗവൺമെന്റിലേക്ക് മന്ത്ലി പേ ചെയ്യേണ്ടി വരും. അല്ലെങ്കിൽ നമുക്ക് ക്യാരി ഫോർവേഡ് ചെയ്ത് നെക്സ്റ്റ് മന്തിലേക്ക് ക്ലെയിം ചെയ്യാം. ക്ലിയർ ആണോ? ക്ലിയർ ആണോ എല്ലാവർക്കും?
ആ അതെ അതെ. ഓക്കെ, അപ്പൊ എഴുതിക്കോ. നിങ്ങൾക്ക് മനസ്സിലായ എങ്ങനെയാണോ ആ രീതിയിൽ എഴുതിക്കോ മലയാളത്തില്. ആരോ ഓഡിയോ എന്തോ പറയുന്നുണ്ടെന്ന് തോന്നുന്നു. എന്താണ്? മിസ് എഴുതി കഴിഞ്ഞു. ആ എഴുതിയോ മോനെ? എല്ലാവരും കഴിഞ്ഞോ? ഓക്കെ, കഴിഞ്ഞു. കഴിഞ്ഞു. ഓക്കെ, ഇനി ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് കിട്ടണമെങ്കിൽ, അങ്ങനെ ക്ലെയിം ചെയ്യണമെങ്കിൽ നമ്മൾ കുറച്ച് കണ്ടീഷൻസ്, GST പറയുന്ന കുറച്ച്, ഗവൺമെന്റ് പറയുന്ന കുറച്ച് കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്തിരിക്കണം. ദർ മസ്റ്റ് ബി, ഒരു മിനിറ്റ്, ഒരു 5 minutes കൂടെ ഷെഡ്യൂൾ ചെയ്ത് തരാം. ദർ മസ്റ്റ് ബി ആൻ ഇൻവോയിസ്, അതായത് നടത്തിയിരിക്കുന്ന ട്രാൻസാക്ഷന്, പർച്ചേസ് ഓർ സെയിൽ ആയിക്കോട്ടെ, നടത്തിയിരിക്കുന്ന ട്രാൻസാക്ഷന് കമ്പൽസറി ആയിട്ടും ഒരു GST ബില്ല് ഉണ്ടായിരിക്കണം. ബില്ലില്ലാതെ ഞാൻ പർച്ചേസ് ചെയ്തപ്പോൾ ടാക്സ് കൊടുത്തു എന്ന് പറയുന്നതിനകത്ത് ഒരു കാര്യവുമില്ല. അല്ലെങ്കിൽ സെയിൽ ചെയ്തപ്പോൾ ഞാൻ ടാക്സ് കളക്ട് ചെയ്തു എന്ന് പറയുന്നതിനകത്ത് ഒരു കാര്യവുമില്ല. ദർ മസ്റ്റ് ബി ആൻ ഇൻവോയിസ്, ഒരു ഇൻവോയിസ് നിർബന്ധമായിട്ടും ആ ഒരു സപ്ലൈക്ക് ഉണ്ടായിരിക്കണം. ഇനി ഗുഡ്സ് ഓർ സർവീസ് മസ്റ്റ് ബി റിസീവ്ഡ്, ഞാൻ ഭാവിയിലേക്ക് ഗുഡ്സ് തരാം അല്ലെങ്കിൽ ഭാവിയിൽ ഞാൻ സെയിൽ ചെയ്യും എന്നും പറഞ്ഞ് അടുത്ത മാസം 15-ാം തീയതി ഞാൻ ഇന്ന കമ്പനിയിലേക്ക് ഇത്ര രൂപയുടെ പ്രോഡക്റ്റ് കൊടുക്കും, അപ്പോൾ ഞാൻ ഇത്ര രൂപ അവരുടെ കയ്യിൽ നിന്നും ടാക്സ് കളക്ട് ചെയ്യും എന്ന് പറഞ്ഞ് ഇത് ചെയ്യുന്നതിനകത്ത് കാര്യമില്ല. ആ ഒരു സപ്ലൈക്കകത്ത് ഗുഡ്സ് ഓർ സർവീസ് മസ്റ്റ് ബി റിസീവ്ഡ്. സർവീസോ ഗുഡ്സോ, എഴുതി കഴിഞ്ഞില്ലായിരുന്നു, പറയാം ഒന്നുകൂടെ. ഗുഡ്സ് ഓർ സർവീസ് കമ്പൽസറി ആയിട്ടും റിസീവ് ചെയ്തിരിക്കണം. ചെയ്താൽ മാത്രമേ, ആ കംപ്ലീഷന് ശേഷം മാത്രമേ നമുക്ക് അതിന്റെ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ക്ലെയിം ചെയ്യാൻ പറ്റൂ. അപ്പൊ ഫസ്റ്റ് കണ്ടീഷൻ ഇതാണ്, there must be an invoice, അതായത് ഞാൻ സെയിൽ ചെയ്തപ്പോ കളക്ട് ചെയ്തുന്നോ പർച്ചേസ് ചെയ്തപ്പോ പേ ചെയ്തുന്നോ എന്ന് ചുമ്മാ ഞാൻ വാഗോണ്ടോ ഇരുന്ന് പറഞ്ഞാൽ പോരാ. അതിന് must be an invoice, കൃത്യമായിട്ടുള്ള വൗച്ചർ അതിന് വേണം. രണ്ടാമത്തെ കണ്ടീഷൻ, ആ ഗുഡ്സോ സർവീസോ റിസീവ് ചെയ്തിരിക്കണം. അപ്പൊ നമ്മുടെ സെയിൽ ആണെങ്കിൽ ആ പാർട്ടി റിസീവ് ചെയ്തിരിക്കണം, നമ്മുടെ പർച്ചേസ് ആണെങ്കിൽ നമ്മൾ റിസീവ് ചെയ്തിരിക്കണം. ഇനി the supplier must pay tax correctly, otherwise the ITC will be rejected. ഇപ്പോ ഞാൻ എന്റെ സപ്ലയറിന്റെ കയ്യിൽ GST എമൗണ്ട് കൊടുത്തു, പർച്ചേസ് ചെയ്ത സാധനത്തിന്റെ GST എമൗണ്ട് ഞാൻ എന്റെ സപ്ലയറെ കൊടുത്തു. സപ്ലയർ അത് കൃത്യമായിട്ട് ഗവൺമെന്റിന് പേ ചെയ്തിട്ടുണ്ട്. പേ ചെയ്തിട്ടുണ്ടെങ്കിൽ അയാൾ മന്ത്ലി റിട്ടേണകത്ത് അയാൾ മെൻഷൻ ചെയ്യുമല്ലോ. അങ്ങനെ പേ ചെയ്തിട്ടില്ലെങ്കിൽ എനിക്ക് അതിന് ITC ക്ലെയിം ചെയ്യാൻ പറ്റില്ല. ഞാൻ ചെല്ലുമ്പോ എന്നോട് പറയും സപ്ലയർ ഇതുവരെ ഇത് അടച്ചിട്ടില്ല, അതുകൊണ്ട് നിങ്ങൾക്ക് ഇതിന് ITC കിട്ടില്ല, റിജക്ട് ചെയ്യും.
ക്ലിയർ ആയോ? ആ പോയിന്റ് ക്ലിയർ ആയോ? അതായത് ഞാൻ പർച്ചേസ് ചെയ്ത സമയത്ത് ഞാൻ എന്റെ സപ്ലയർ കയ്യിൽ ടാക്സ് എമൗണ്ട് കൊടുത്തു. അപ്പൊ ഞാൻ എന്റെ റിട്ടേൺ ഈ മാസത്തെ ഫയൽ ചെയ്യാൻ നേരത്തെ ഞാൻ പറയും ഇന്ന സപ്ലയർ കയ്യിൽ ഇത്ര എമൗണ്ട് ഞാൻ GST പേ ചെയ്തിട്ടുണ്ട്, അപ്പൊ എനിക്ക് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് കിട്ടണം എന്നുള്ള രീതിയിൽ ഞാൻ റിട്ടേണകത്ത് ക്ലെയിം ചെയ്യുന്ന സമയത്ത് സപ്ലയർ ആ ടാക്സ് എമൗണ്ട് അടച്ചിട്ടില്ല എങ്കിൽ ഇത് GST IN നമ്പർ ഉള്ളത് കൊണ്ട് തന്നെ ഇവർക്ക് എല്ലാവരെയും ട്രാക്ക് ചെയ്യാം. അപ്പോ ആ സപ്ലയർ ആ എമൗണ്ട് ടാക്സ് എമൗണ്ട് ഗവൺമെന്റിന് ഇതുവരെ പേ ചെയ്തിട്ടില്ല എങ്കിൽ എനിക്ക് അതിന്റെ ITC കിട്ടത്തില്ല. എന്നോട് പറയും സപ്ലയർ ടാക്സ് എമൗണ്ട് അടച്ചിട്ടില്ല, നിങ്ങൾ സപ്ലയറെ കോണ്ടാക്ട് ചെയ്യൂ, നിങ്ങളുടെ ITCക്കുള്ള നിങ്ങൾ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് കിട്ടാനുള്ള ആപ്ലിക്കേഷൻ റിജക്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞ് മെസ്സേജ് വരും. ക്ലിയർ ആയോ? അപ്പോ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് കിട്ടാനുള്ള 2-3 കണ്ടീഷൻസ് ആണ്. ഇൻവോയ്സ് ഉണ്ടായിരിക്കണം, ഗുഡ്സ് ഓർ സർവീസ് റിസീവ് ചെയ്തിരിക്കണം, സപ്ലയർ നമ്മുടെ കയ്യിൽ നിന്നും കളക്ട് ചെയ്ത ടാക്സ്. സെയിം സിറ്റുവേഷൻ തന്നെ നമുക്കും വരും. നമ്മുടെ കസ്റ്റമർ നമ്മുടെ ഈ ടാക്സ് തന്നു, എന്നിട്ട് കസ്റ്റമർ എന്നിട്ട് റിട്ടേൺ ഫയൽ ചെയ്യുന്ന സമയത്ത് പറയും ഞാൻ ജയലക്ഷ്മി എന്ന് പറയുന്ന കമ്പനിയുടെ കയ്യിൽ നിന്നും സാധനം മേടിച്ചപ്പോൾ ഞാൻ ടാക്സ് കൊടുത്തതാണ് എന്ന് പറയും. അപ്പൊ അവര് GST സൈറ്റിൽ കയറി നോക്കുമ്പോൾ ഞാൻ ഇതുവരെ ടാക്സ് അടച്ചിട്ടില്ല. അപ്പോഴേ അവര് പറയും നിങ്ങളുടെ സപ്ലയർ ആയ ജയലക്ഷ്മി ഇതുവരെ ടാക്സ് അടച്ചിട്ടില്ല, പോയി അവരോട് പറയൂ നിങ്ങളുടെ കയ്യിൽ നിന്ന് മേടിച്ച ടാക്സ് അടയ്ക്കാൻ പറയൂ. ഇല്ലെങ്കിൽ അത് റിജക്ട് ചെയ്യും, ITC കിട്ടില്ല. ക്ലിയർ ആണല്ലോ? ആണോ? അപ്പൊ എഴുതിക്കോ മോനെ. മനസ്സിലായോ? ഏതാന്നൂടെ പറയണ്ടേ? അതായത് ഈ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് കിട്ടാനായിട്ടേ, അതായത് പർച്ചേസ് ചെയ്തതും സെയിൽ ചെയ്തതും തമ്മിൽ അഡ്ജസ്റ്റ് ചെയ്തിട്ടാണല്ലോ നമ്മൾ ടാക്സ് ബാക്കിയാണല്ലോ അടയ്ക്കുന്നത്. അങ്ങനെ അത് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് കണ്ടീഷൻസ് ഉണ്ട്. അതായത് നമ്മൾ ചുമ്മാ പറഞ്ഞാൽ പോരാ പർച്ചേസ് ചെയ്തപ്പോ എനിക്ക് കിട്ടി, അല്ലെങ്കിൽ പർച്ചേസ് ചെയ്തപ്പം ഞാൻ ടാക്സ് അടച്ചു, അല്ലെങ്കിൽ സെയിൽ ചെയ്തപ്പോൾ ഞാൻ ടാക്സ് കളക്ട് ചെയ്യുന്നു എന്ന് വെറുതെ ഇരുന്ന് ഞാൻ പറഞ്ഞാൽ പോരാ. അതിന് കൃത്യമായിട്ടുള്ള ബില്ല് വേണം. അതാണ് ഫസ്റ്റ് കണ്ടീഷൻ. there must be an invoice. രണ്ടാമത്തെ സിറ്റുവേഷൻ, ഞാൻ ഭാവിയിൽ അടുത്ത മാസം ഇന്ന ആൾക്ക് 50,000 രൂപയുടെ സാധനം കൊടുക്കും, അപ്പൊ അയാൾ ഇത്ര രൂപയുടെ ടാക്സ് തരും എന്ന് പറഞ്ഞൊരു ബില്ല് എനിക്ക് അടിക്കാൻ പറ്റത്തില്ല. അല്ലെങ്കിൽ ആ ബില്ലിന് എനിക്ക് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ക്ലെയിം ചെയ്യാൻ പറ്റില്ല. ഗുഡ്സോ സർവീസോ കിട്ടിയിരിക്കണം. കിട്ടിയിട്ടുണ്ടെങ്കിൽ മാത്രമേ ഈ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ക്ലെയിം ചെയ്യാൻ പറ്റൂ. പിന്നെ മൂന്നാമത്തെ ഇപ്പൊ പറഞ്ഞത്, അതായത് നമ്മളുടെ കയ്യിൽ നിന്ന് മേടിക്കുന്ന ആള് കൃത്യമായിട്ട് ടാക്സ് അടച്ചാലേ നമുക്ക് അതിന് ക്ലെയിം ചെയ്യാൻ പറ്റൂ. ഇതൊക്കെ കണ്ടീഷൻസ് എന്ന് പറയാം. ഈ സപ്ലയർ ഇപ്പൊ നമ്മളെ നമ്മളിപ്പോ സെറ്റ് ഓഫ് ചെയ്യാൻ നോക്കാം. കേട്ടില്ല കീർത്തി, ഒന്നുകൂടെ പറ. ഡിഫറൻസ് അല്ലേ ഇപ്പൊ സെറ്റ് ഓഫ് ചെയ്യാൻ നോക്കാം ITC ക്ലെയിം ചെയ്യാനായിട്ട്. ITC ക്ലെയിം ചെയ്യാനായിട്ട് നമ്മൾ സെറ്റ് ഓഫ് ചെയ്യുന്ന ഡിഫറൻസ് എമൗണ്ട് അല്ലേ നമുക്ക് ക്ലെയിം ചെയ്യാൻ പറ്റുള്ളൂ. റീഫണ്ടിനാണെങ്കിലും പേ ചെയ്യാൻ. അതെ. അപ്പൊ ഈ സപ്ലയർ നമ്മൾ ഏത് സപ്ലയറിനെ ഉദ്ദേശിക്കുന്നത്? അപ്പൊ അതിന്റെ ഡിഫറൻസ് അല്ലേ നമ്മൾ ചെയ്യാം? അതെ. ആ ഡിഫറൻസ് എടുക്കണമെങ്കിൽ നമ്മൾ പർച്ചേസ് ചെയ്ത സമയത്ത് കൊടുത്ത ടാക്സ് എമൗണ്ടും സെയിൽ ചെയ്തപ്പോ പേ ചെയ്ത ടാക്സ് എമൗണ്ടും ഇതാണല്ലോ കണ്ടീഷൻ പറയുന്നത്, അല്ലേ? അപ്പൊ പർച്ചേസ് ചെയ്തപ്പോ നമ്മൾ ആ സപ്ലയറിന്റെ കയ്യിൽ കൊടുത്ത ടാക്സ് എമൗണ്ട് അയാള് കൃത്യമായിട്ട് അടച്ചിട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ITC കിട്ടൂ.
ഇല്ലെങ്കിൽ അത് റിജക്ട് ചെയ്യും എന്നാണ് ആ പോയിന്റ് പറയുന്നത്. നമ്മുടെ ഒരു കസ്റ്റമറുടെ കേസിൽ അവരുടെ സപ്ലയർ നമ്മുടെ കേസിൽ നമ്മൾ സാധനം മേടിക്കുന്ന ആള് നമ്മുടെ സപ്ലയർ, അത്രേ ഉള്ളൂ. അപ്പൊ കളക്ട് ചെയ്യുന്ന ആള് കൃത്യമായിട്ട് ടാക്സ് ഗവൺമെന്റിൽ അടച്ചിരുന്നാൽ മാത്രമേ അവിടെ ITC പോസിബിൾ ആകൂ എന്നാ പറയുന്നത്. ക്ലിയർ ആയോ? ഓക്കെ, അപ്പൊ നമ്മൾ ഇന്ന് പഠിച്ച കുറെ കാര്യങ്ങളാണ്. ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എന്താണെന്ന് പഠിച്ചു. ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? പർച്ചേസ് ചെയ്ത സമയത്ത് നമ്മൾ അടച്ച ടാക്സ് എമൗണ്ട്, സെയിൽ ചെയ്ത സമയത്ത് നമ്മൾ കളക്ട് ചെയ്ത ടാക്സ് എമൗണ്ടും തമ്മിലുള്ള ഡിഫറൻസ് ആണ് നമ്മൾ മന്ത്ലി GST പേ ചെയ്യുന്നത് അല്ലെങ്കിൽ ക്യാരി ഫോർവേഡ് ചെയ്യുന്നത്. ആ ഒരു സിസ്റ്റത്തിനെയാണ് നമ്മൾ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എന്ന് പറയുന്നത്. ഇനിയിപ്പം നമുക്ക് ഇഷ്ടമുള്ള പോലെ അല്ല അത് ക്ലെയിം ചെയ്യാൻ പറ്റുന്നത്, അതിന് കുറച്ച് റൂൾസ് ഉണ്ട്, അത് നമുക്ക് മുന്നോട്ട് പഠിക്കാം. പിന്നെ നമ്മൾ കോമ്പോസിഷൻ സ്കീം എന്താണെന്ന് പഠിച്ചു. റെഗുലർ ഡീലറും കോമ്പോസിറ്റ് ഡീലറും തമ്മിലുള്ള വ്യത്യാസം പഠിച്ചു അല്ലെ. റെഗുലർ ഡീലർ വോളണ്ടറി അല്ലെങ്കിൽ കമ്പൽസറി രജിസ്ട്രേഷൻ. കോമ്പോസിറ്റ് ഡീലർ എന്ന് പറയുമ്പോൾ 1.5 crore താഴെയുള്ള ഗുഡ്സ് ട്രേഡ് ചെയ്യുന്ന ആൾക്കാർക്ക് കോമ്പോസിഷൻ സ്കീം ചൂസ് ചെയ്യാം. സർവീസിനും ചൂസ് ചെയ്യാമെന്നാണ് കണ്ടീഷൻ. പക്ഷെ റെസ്റ്റോറന്റിന് പറ്റില്ല, ബാക്കിയുള്ള സർവീസുകൾക്കും പറ്റും. ഇനി നമ്മൾ 1.5 crore താഴെ ടേൺ ഓവർ ആണെങ്കിൽ കോമ്പോസിഷൻ സ്കീം ചൂസ് ചെയ്യാം. പക്ഷെ അതിന് കുറച്ച് കണ്ടീഷൻസ് ഉണ്ട്. കണ്ടീഷൻസ് എന്ന് പറയുന്നത് ഇതാണ്: അവരുടെ നെയിം ബോർഡിൽ മെൻഷൻ ചെയ്തിരിക്കണം കോമ്പോസിറ്റ് ഡീലർ ആണെന്ന്. അവര് പർച്ചേസ് ചെയ്യുന്ന സമയത്ത് അവർക്ക് സെയിൽ ചെയ്യുന്ന സമയത്ത് അവർക്ക് ടാക്സ് കളക്ട് ചെയ്യാനുള്ള റൈറ്റ് ഇല്ല. പിന്നെ അവർക്ക് കോമ്പോസിഷൻ ഡീലർ ആണെങ്കിൽ ഒരു പ്രത്യേകതയും കൂടെ ഉണ്ട്: ഇന്റർ സ്റ്റേറ്റ് സപ്ലൈ നമുക്ക് നടക്കില്ല കേട്ടോ. ഇന്റർ സ്റ്റേറ്റ് സപ്ലൈ ആണെങ്കിൽ റെഗുലർ ഡീലർ ആയിട്ട് തന്നെ നമുക്ക് പറ്റൂ, ഇന്റർ സ്റ്റേറ്റ് സപ്ലൈ നടക്കില്ല. പിന്നെ നമ്മൾ പറഞ്ഞ പെർ ക്യാപിറ്റ ഇൻകം കുറഞ്ഞ കുറച്ച് സ്റ്റേറ്റ്സ്, ഛത്തീസ്ഗഡ്, ജാർഖണ്ഡ്, മിസോറാം, മേഘാലയ, ഒറീസ, അങ്ങനെയുള്ള സ്റ്റേറ്റ്സിനെ സംബന്ധിച്ച് 75 lakhs ആണ് ടേൺ ഓവർ വരുന്നത് കോമ്പോസിഷൻസ്. ഇനി എന്ന് ഈ ലിമിറ്റ് ക്രോസ് ചെയ്യുന്നോ അന്ന് നമ്മൾ റെഗുലർ ഡീലറായിട്ട് രജിസ്ട്രേഷൻ മാറിയിരിക്കണം. അങ്ങനെ എന്തെങ്കിലും അല്ലാതെ കണ്ടു കഴിഞ്ഞാൽ അവര് പെനാലിറ്റി, ഇൻട്രസ്റ്റ് ഒക്കെ നമ്മുടെ ഈടാക്കും. പിന്നെ നമ്മൾ അതല്ല എന്ന് പറഞ്ഞുള്ളൂ. ഓക്കെ, ഇപ്പോ ഞാൻ ക്ലാസ് റെക്കോർഡ് ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്തിട്ട് ഷെയർ ചെയ്യാം നിങ്ങൾക്ക് കേട്ടോ. ഓക്കെ, അപ്പോ ഇന്ന് ആരൊക്കെയാണ് വന്നതെന്നൊന്ന് മോനെ പേരെ അങ്ങോട്ടൊന്ന്. സോനു ഒളിഞ്ഞു നോക്കിയിട്ട് പോകുന്നത് എന്തിനാ സോനു? ഒന്ന് നോക്കിക്കോ, വേണമെങ്കിൽ ഒന്ന് കണ്ടോ എല്ലാവരെയും. ആംബ്ലി ചേച്ചിന്ന് ആരാ വിളിച്ചേ? എലിസബത്ത് ആണ് വിളിച്ചത് ആംബ്ലി ചേച്ചിന്ന്. വിളി കേട്ടു. സോനുവിനെയാണോ? സോനുവിനിട്ട് ഞാൻ നല്ലത് കൊടുക്കുന്നുണ്ട്. മുടി വെട്ടാൻ ഞാൻ പറഞ്ഞതല്ലേ. മുടിയൊന്നും വെട്ടാൻ പറ്റൂല, കൊറോണയാണ്, മുടിയൊന്നും വെട്ടാൻ പറ്റൂല. അപ്പൊ 10 minute ടൈം കൂടെ ഉള്ളൂന്ന് കാണിക്കുന്നു. അപ്പൊ ശരി, എല്ലാവർക്കും ബൈ, ടാറ്റ, സീ യു ടുമോറോ. അപ്പളേ കൊച്ചു പിള്ളേരൊക്കെ കഷ്ടപ്പെട്ടു.